ദീപിക ഇമ്പാക്റ്റ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നെടുമങ്ങാട്ട് അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നീറുന്ന ഓർമ്മയായി ഈ പിഞ്ചുകുഞ്ഞ് നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളോട് എത്ര ക്രൂരമായിട്ടാണ് പലപ്പോഴും നമ്മളിൽ പലരും പെരുമാറുന്നത്. 51 മുറിവുകളാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മാസങ്ങൾ നീണ്ട പീഡനങ്ങൾക്കും ദാരുണമായ ക്രൂരതകൾക്കും ഒടുവിൽ ജീവൻ വെടിഞ്ഞ അർഷിദിനെ പോലെ നിരവധി കുഞ്ഞുങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്. ഈ വിഷയം നമ്മുടെ മനസ്സിനെ നീറ്റുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം തോട്ടക്കാട് ഇൻഫൻറ്റ് ജീസസ് ശിശുഭവനിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രവർത്തിച്ച് പരിചയമുള്ള നിരവധി കുഞ്ഞുങ്ങളുടെ കണ്ണീരും മാതാപിതാക്കളുടെ തിരസ്കരണങ്ങളുമൊക്കെ നേരിട്ട് കാണുവാൻ ഇടയായ സിസ്റ്റർ ഷൈജി അഗസ്റ്റിൻ DSJ ആണ്. സിസ്റ്റർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എത്ര കാലമായിട്ട് സിസ്റ്റർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? 10 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. എന്തായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തനങ്ങളുള്ളത്? ചെറിയ കുട്ടികളുടെ കൂടെയാണ് നമ്മൾ കൂടുതലും പ്രവർത്തിച്ചത്. 0 to 6 years ഉള്ള കുട്ടികളുടെ ഇടയിലായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്? കുഞ്ഞുങ്ങൾ ഏത് രീതിയിലുള്ള പരിരക്ഷണമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്? നമ്മൾ ഒരു 0 to 6 year ഉള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എല്ലാ രീതിയിലുള്ള പരിചരണം ആവശ്യമുള്ളതാണ്. കാരണം അവർ ഒരു ഡിപ്പെൻഡൻസി ഉള്ളൊരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ ഫിസിക്കലായി മെൻ്റലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇൻഫൻറ്റ് ജീസസ് ശിശുഭവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇൻഫൻറ്റ് ജീസസ് ശിശുഭവൻ 0 to 6 years പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സ്ഥാപനമാണ്. അവിടെ വരുന്ന കുട്ടികൾ ഉപേക്ഷിക്കപ്പെട്ടവരാകാം, വീടുകളിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്കോ പേരൻസിനോ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുന്ന കുട്ടികളായിരിക്കും ശിശുഭവനിലുള്ളത്. ആ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നമ്മൾക്ക് CWC, കോട്ടയം ജില്ലയുടെ CWC ത്രൂ ആണ് കുട്ടികളെ ലഭിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഫാമിലിയിലുണ്ടോ എന്നൊക്കെ അറിയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ ഇൻഫർമേഷൻസ് CWCക്ക്, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് കൈമാറുന്നു. അവിടെ നിന്നാണ് ഈ കുട്ടികൾ ശിശുഭവനിലേക്ക് വരുന്നത്. നിങ്ങൾ അവിടെ പോയി കുട്ടികളെ സ്വീകരിച്ച് കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ നോക്കുന്നില്ല, ഉപേക്ഷിക്കപ്പെട്ടു, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കുട്ടികളെ സ്വീകരിച്ച് കൊണ്ടുവരികയാണോ ചെയ്യുന്നത്, അതോ അവരിവിടെ എത്തിച്ചു തരികയാണോ? സാധാരണ കേസിൽ ചില സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ നേരിട്ട് അറിയിക്കും, അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ CWC അറിയിക്കുന്നു. അറിയപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ശിശുഭവനിൽ നിന്ന് നമ്മൾ വണ്ടിയായിട്ട് ചെന്ന് കുട്ടീനെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടീനെ നേരെ നമ്മൾ CWCയിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് പ്ലേസ്മെൻറ്റ് ഓർഡർ മേടിച്ചതിന് ശേഷമാണ് കുട്ടീനെ സ്ഥാപനത്തിലോട്ട് കൊണ്ടുപോകാറ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഇൻഫൻറ്റ് ജീസസ് ശിശുഭവൻ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഇൻഫൻറ്റ് ജീസസ് ശിശുഭവൻ 1998 പ്രവർത്തനം ആരംഭിച്ചതാണ്. തുടർന്ന് നമ്മൾ 2009 അഡോപ്ഷൻ ലൈസൻസ് ആകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം എത്ര കുട്ടികൾ ഇപ്പോൾ അവിടുന്ന് ആ സ്ഥാപനത്തിൽ വന്നു പോയിട്ടുണ്ട്? ഒരു 200ഓളം കുട്ടികളെ നമ്മൾ ശിശുഭവൻ്റെ സംരക്ഷണയിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിലൊരു 150 കുട്ടികളോളം നമ്മൾ അഡോപ്ഷന് തന്നെ കൊടുത്തു. അതുകൂടാതെ കൂടുതൽ കുട്ടികൾ, ഒരു 500 കുട്ടികളോളം CNCP കാറ്റഗറിയിൽ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ ശിശുഭവനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഈ 5 അല്ലെ 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പിന്നെ എന്താണ് ചെയ്യുക? ശിശുഭവനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ടൈപ്പ് കുട്ടികളാണ് വരുന്നത്. ഒന്നെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ 2 കുട്ടികളിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ നോർമലി അഡോപ്ഷൻ പ്രോസസ്സിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അല്ലാതെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വരുന്ന കുട്ടികൾ, അവരുടെ കെയർ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം 6 വയസ്സിന് ശേഷം ഏതാണോ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലോട്ട്
ഈ കുട്ടീനെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് CWC ഓർഡർ ത്രൂ നമ്മൾ ആ സ്ഥാപനത്തിലോട്ട് കുട്ടീനെ കൈമാറുകയാണ് ചെയ്യുന്നത്. കൈമാറും. ഓക്കെ, ഈ അർഷിദിൻ്റെ സംഭവം കേട്ടപ്പോൾ സിസ്റ്ററിന്റെ മനസ്സിലൂടെ കടന്നു വന്ന ചിന്തകൾ എന്താണ്? അർഷിദിൻ്റെ സംഭവം ഒരു ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് ഒരാഴ്ചയായിട്ട് എപ്പോഴും ഈ കുട്ടിയുടെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. കാരണം എത്ര കുട്ടികളെ മരിക്കാറായതും ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തൊക്കെയുള്ള കുട്ടികളെ രക്ഷിച്ചു വിടാനായിട്ട് നമുക്ക് ശിശുഭവനിലൂടെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നല്ലൊരു കുട്ടീനെ മോനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് എപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ടാകും. കുട്ടിയുടെ വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു ഭയങ്കര എന്താണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഇതിനു മാത്രം സംവിധാനം നമ്മുടെ സൊസൈറ്റിയിലുണ്ടായിട്ടും ഇന്ന് ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യചിഹ്നം എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുക. അത് മനസ്സിനെ ഭയങ്കരമായിട്ട് ഒലച്ചിയ ഒരു സംഭവമാണ്. ഈ അർഷിദിനെ മുത്തശ്ശിയും മറ്റുള്ളവരൊക്കെ ചെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ അമ്മയും രണ്ടാനച്ഛനും വിട്ടുകൊടുക്കാതെ ആണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച് അവസാനം അതിനെ കൊന്നുകളയുകയും കൂടെ ചെയ്തത്. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഈ ഇൻഫൻറ്റ് ജീസസ് ഭവനിൽ സിസ്റ്ററിനൊക്കെ ഏറ്റെടുക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇതുപോലെ വീടുകളിൽ പ്രോബ്ലംസ് ആയിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലും വന്നിട്ടുണ്ട്. പലപ്പോഴും അമ്മയുടെ സംരക്ഷണത്തിൽ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടൊക്കെ സ്ഥാപനത്തിൽ വന്ന കുട്ടികളുണ്ട്. ഇവിടെയെല്ലാം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിനൊരു ചിന്തയുണ്ട്, കുട്ടി എപ്പോഴും അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന്. പക്ഷേ അത് അല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തന്നെ ശിശുഭവനിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശിശുഭവനിൽ ഇതുപോലെ ഒരു കുട്ടി CNCP കാറ്റഗറിയിൽ വന്നായിരുന്നു. ഈ കുട്ടീനെ നമ്മൾ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ പേരൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുട്ടീനെ തിരിച്ചു കൊണ്ടുപോകണം. അമ്മയ്ക്ക് ചെറിയൊരു മെൻ്റൽ ഇൽനെസ് ഉള്ളത് കൊണ്ടാണ് കുട്ടീനെ സ്ഥാപനത്തിലാക്കിയത്. ഒരു 1 മന്തായ ഒരു കുട്ടി സ്ഥാപനത്തിൽ വന്നു. അതിനുശേഷം നമ്മൾ അതിന് കെയർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ ശരിയായി അമ്മയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞ് ഈ ഫാദർ വന്ന് കുട്ടീനെ CWC ഓർഡർ മുഖേന വീട്ടിലോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ അമ്മ തന്നെ ഈ കുട്ടീനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ്. ഇത് അപ്പൻ തന്നെയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. നമുക്കന്ന് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു. കാരണം ആ കുട്ടി ഒരു മാസം നമ്മുടെ കൂടെ നിന്നു. അതിനുശേഷം ഈ കുട്ടീനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു മാസം കൊണ്ട് ആ കുട്ടി മരണപ്പെടും. 3-4 മാസം കൊണ്ട് ആ കുട്ടി മരണപ്പെട്ടു. അത് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കേസൊക്കെ തെളിയിക്കുന്നത് കുട്ടികൾ ഒരിക്കലും അമ്മയുടെ കയ്യിലും സുരക്ഷിതരല്ല. പലപ്പോഴും നമ്മൾ ഓർക്കും ആ ഒരു സൊസൈറ്റിയുടെ ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മൾ മാറ്റിയെടുക്കണം. ഈ പേരൻസിൻ്റെ കയ്യിൽ എത്രമാത്രം കുട്ടികൾ സുരക്ഷിതരാണെന്ന് നമ്മൾ വീണ്ടും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പലപ്പോഴും നടക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സംഭവം നടന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഇതുപോലെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ബ്രോക്കൺ ഫാമിലി അല്ലെങ്കിൽ തെറ്റായ അവിഹിത ബന്ധങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെട്ട സംഭവങ്ങളിലാണ് പലപ്പോഴും കുട്ടികളെ ഒഴിവാക്കാൻ, ഇവരുടെ സുഖജീവിതത്തിന് വേണ്ടി കുട്ടികളെ താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ എങ്ങനെയാലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ സമീപകാലത്ത് പല സംഭവങ്ങളിലും ഈ കുട്ടികളോട് ക്രൂരത കാണിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സംഭവത്തിലും ഈ അർഷിദിൻ്റെ സംഭവത്തിലും ഏകദേശം ആ ഒരു കാരണങ്ങളുണ്ട്. അമ്മയും രണ്ടാനച്ഛനും അപ്പോൾ കുട്ടി ജീവിതത്തിനൊരു തടസ്സമാണെന്ന് തോന്നിയപ്പോൾ എങ്ങനെയും കുട്ടിയെ ഒഴിവാക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വഴിവിട്ട ജീവിതവും ബന്ധങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണോ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വലിയൊരു കുരുതിക്കളം തീർക്കുന്നത്? അത് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ കൂടുതലും സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, അവനവൻ്റെ സുഖം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൂടുതലും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആര് തടസ്സമാകുന്നോ അവരെ ഇല്ലാതാക്കുക എന്നാണ് സൊസൈറ്റിയുടെ ഒരു ചിന്ത ഇന്ന്. അപ്പോൾ അത് ഈ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. കാരണം മാരിറ്റൽ റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ പിരിഞ്ഞ് താമസിക്കുന്നു. പിന്നെയുള്ള ആളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് മിക്കവാറും ഈ കുട്ടി ബാധ്യതയായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ കുട്ടീനെ ഒഴിവാക്കുന്ന ഒരു സംഭവം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു 10 വർഷത്തെ അനുഭവത്തിൽ പലപ്പോഴും ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ കുട്ടികൾ മിക്കവാറും ഈ കുടുംബങ്ങളിലോട്ട് വിടുമ്പോൾ അവിടെ പ്രോബ്ലംസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ കുട്ടി സ്ഥാപനത്തിലായിരിക്കും കൂടുതൽ സേഫായിട്ട് സുരക്ഷിതമായിട്ടിരിക്കുന്നത്. കാരണം
വീടുകളിൽ നമ്മൾ വിടുമ്പോൾ കുട്ടിക്ക് ശരിയാണ്, ഒരു കുട്ടിക്ക് ഒരു വീട് എന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഡോപ്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുട്ടി വീടുകളിൽ സുരക്ഷിതമാണെന്ന്. കാരണം ഇന്ന് ഒരു ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോരുത്തർക്കും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ സഹജീവികളുടെ ഉള്ളൊരു സ്നേഹവും ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈവൻ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 0 to 6 ഇയറുള്ള കുട്ടിയാണ് എപ്പോഴും ഇതിന് കൾപ്രിറ്റ് ആവുന്നത്. കാരണം അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ല. അവർ പലപ്പോഴും ഈ സാഹചര്യങ്ങളിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, ഇപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്ത് നടന്ന കേസ് തന്നെ, ആ കുട്ടിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കുട്ടി അതിന് മാത്രം സഹിക്കേണ്ടി വന്നത്. ബാക്കി കുട്ടികൾ ഇപ്പോൾ ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലാണ്, അവർക്ക് ആരെങ്കിലും ഉണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ഇത് ആരോടും ഷെയർ ചെയ്യപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പരിധി വരെ കുട്ടികൾ ഇങ്ങനെയൊരു അതിക്രമങ്ങൾ ഈ പേരൻസിൻ്റെ ഒരു സെൽഫിഷ്നെസ് മൂലം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് സഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ പരിരക്ഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും മാതാപിതാക്കളെ പോലെ തന്നെ അത്രയും സ്നേഹത്തോടെ അവരെ പരിരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ എനിക്കും അവിടെ വന്ന് കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഈ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണ് അവിടുന്ന്? കുട്ടികളെ ദത്തെടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് വഴിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണ്, ഒരു ഏജൻസിയാണ് കാര എന്ന് പറയുന്നത്, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. അതിനൊരു പോർട്ടലുണ്ട്, മിഷൻ വാത്സല്യ പോർട്ടൽ വഴിയാണ് നമ്മൾ കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദത്തെടുക്കാൻ രജിസ്റ്റർ ചെയ്യാവുന്നതും ദത്തെടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഈ പോർട്ടൽ വഴിയാണ് ദത്തിന് കൊടുക്കുന്നതും. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡൽഹിയിലുള്ള ഒരു കാര്യാലയം ത്രൂ ആണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് ഏതെങ്കിലും പേരൻറ്റിന് ഒരു കുട്ടീനെ ദത്തെടുക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആദ്യമേ അവർ ഈ ഒരു മിഷൻ വാത്സല്യ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരോട് ചില ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം കാരയുടെ ഒരു അതോറിറ്റി, ഒരു ഡെലഗേറ്റ് അതോറിറ്റി എന്ന നിലയിൽ നമുക്കതിനുള്ള റിക്വസ്റ്റ് വരുന്നു. ഇപ്പോൾ നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയും ഒരുമിച്ച് ഈ ആരാണോ ദത്തെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ വീട് വിസിറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നു, അവരുടെ എൻവയോൺമെൻറ്റ് എല്ലാം അസസ് ചെയ്യുന്നു, അവരുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നു, അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു, അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ഇങ്ങനെ അവരൊരു മൊത്തത്തിലൊരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർ എലിജിബിൾ ആണ് എന്ന് കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരുടെ ഹോം സ്റ്റഡി റിപ്പോർട്ട് അപ്രൂവ് ചെയ്തിട്ട് ഇവരെ അഡോപ്ഷന് എലിജിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കുട്ടികളെ, അവർക്ക് വരുന്നവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ നമ്മൾ കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഊഴമനുസരിച്ച് കുട്ടികളെ ലഭിക്കുക, അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ക്രമീകരണമുണ്ടോ? ആർക്കും കുട്ടികളെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒരു കുട്ടീനെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. പിന്നെ അവർക്ക് ചില സെലക്ഷൻസ് ഉണ്ട്. അവർക്ക് ജെൻഡർ സെലക്ട് ചെയ്യാം, ഏജ് ഏജൻസി തന്നെ ഡിസൈഡ് ചെയ്യും, സെൻട്രൽ ഏജൻസി തന്നെ ഡിസൈഡ് ചെയ്യും. ഈ പേരൻസിൻ്റെ ഏജ് അനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെ ഏജ് വരിക. പിന്നെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അവർക്ക് എടുക്കേണ്ടത് എന്നും തീരുമാനിക്കാം. പക്ഷേ സദേൺ റീജിയണിലുള്ള ഒരു പേരൻ്റ് ആണെങ്കിൽ സദേൺ റീജിയൺ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. നോർത്തേൺ റീജിയണിലുള്ളവരാണെങ്കിൽ നോർത്തേൺ റീജിയൺ. ഇപ്പോൾ ഒരു പേരൻ്റ് നോർത്തേണും ഒരാൾ സദേണും ആണെങ്കിൽ അവർക്ക് എനിവേർ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ദത്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം വടക്കേന്ത്യയിലുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ, ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം മാറ്റിയത്. ദത്തെടുക്കലിന് ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്? ഇപ്പം എല്ലാവർക്കും ചെന്ന് ദത്തെടുക്കാൻ പറ്റുമോ? അപ്പോൾ പലർക്കും ഇതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. ദത്തെടുക്കുന്നത് പറയുന്നതാകാം, പക്ഷേ ഇതെങ്ങനെയാണ്, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, അതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? എന്താണ് ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്ക് ദത്തെടുക്കുന്നതിനുള്ള യോഗ്യത എന്താണ്? ഓക്കെ, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ദത്തെടുക്കൽ പ്രോസസ്സ് വഴി ദത്തെടുക്കാനുള്ള, ലീഗലായി ദത്തെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം കല്യാണം കഴിച്ച കപ്പിളാണെങ്കിൽ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. സിംഗിളായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ അതനുസരിച്ച്, വിഡോ ആണെങ്കിൽ, ഡിവോഴ്സി ആണെങ്കിൽ ഇവർക്കെല്ലാം ദത്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏജ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
കാര റെഗുലേഷനിൽ കാരയ്ക്ക് അഡോപ്ഷൻ റെഗുലേഷൻസ് ഉണ്ട് 2022 ഡെവലപ്പ് ചെയ്ത്. ആ റെഗുലേഷൻ പ്രകാരം ഏജ് സെൻട്രൽ ഏജൻസി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് പ്രായത്തിലുള്ളവർക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടീനെ ദത്തെടുക്കാമെന്നുള്ളത്. അതിനുശേഷം ഇവർ ഇപ്പോൾ സിംഗിൾ ആണെങ്കിൽ അവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഒരു മെയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മെയിലായിട്ടുള്ള കുട്ടീനെ മാത്രമാണ് ദത്തെടുക്കാൻ പറ്റുന്നത്. ഒരു ഫീമെയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് സിംഗിളായിട്ടുള്ളത് എങ്കിൽ അവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദത്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു മാരേജ് കഴിഞ്ഞ ഒരു കപ്പിളാണ് പേരൻസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ സ്റ്റേബിൾ മാരിറ്റൽ ലൈഫിന് ശേഷമാണ് അവർക്ക് ദത്തെടുക്കലിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. വിഡോയാണെങ്കിലും ഡിവോഴ്സി ആണെങ്കിലും അവർക്കും അവരുടെ പേപ്പർ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയ മുറയ്ക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഡിഗ്രി ഇതൊക്കെ കംപ്ലീറ്റ് ആയ മുറയ്ക്ക് അവർക്കും ഡെത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഈ സാമ്പത്തിക പശ്ചാത്തലം ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്ര വരുമാനം വേണം, അങ്ങനെ കുട്ടിയെ എന്ന് പറഞ്ഞാൽ ഭാവിയിലെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ കൂടി ഇത്ര ഒരു സാമ്പത്തിക പിൻബലം ഉള്ളവർക്ക് മാത്രമേ ദത്തെടുക്കൽ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണമുണ്ട്? സാമ്പത്തികം ഒരു കുട്ടിയുടെ ഭദ്രതയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രൽ ഏജൻസി കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് ഒരു റൂൾ ഇതിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നമ്മൾ 2,50,000 രൂപ വാർഷിക വരുമാനം ഗവൺമെൻറ് അപ്രൂവ്ഡ് വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമേ ദത്തെടുക്കൽ നമ്മളൊരു ബേസിക് യോഗ്യതയായിട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ. അതുകൂടാതെ നമ്മൾ ഈ ഹോം സ്റ്റഡി നടത്തുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഡോക്യുമെന്റ്സ് പ്ലസ് നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷനും കൂടെ അനാലിസിസ് ചെയ്തതിന് ശേഷം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടീനെ കൊടുക്കാറുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ കുട്ടികളുള്ളവർക്ക് നിലവിവാഹിതരായ കുട്ടികളുള്ളവർക്ക് വീണ്ടും കുട്ടികളെ ദത്തെടുക്കാം. ഇപ്പോൾ 2-3 കുട്ടികളുള്ള ഒരാൾക്ക് ഒരു കുട്ടിയെ കൂടി ദത്തെടുത്ത് വളർത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഓക്കെ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അഡോപ്ഷൻ റെഗുലേഷൻസ് വഴിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അഡോപ്ഷൻ റെഗുലേഷൻസ് പ്രകാരം ഒരു കുട്ടിയുള്ള ഒരു പേരൻറ്റിന് രണ്ടാമത് ഒരു കുട്ടിയെ കൂടെ ദത്തെടുക്കാം. ഇനി 2-3 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ കുട്ടികളുള്ള പേരൻസിന് ഒരു കുട്ടീനെ ദത്തെടുക്കണമെങ്കിൽ നോർമൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടീനെ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടീനെ അവർക്ക് എടുക്കാൻ പറ്റുന്നത്. ഒരു കുട്ടി നോർമൽ ആണോ സ്പെഷ്യൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും. കുട്ടിയുടെ ഒരു MER മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. അത് തയ്യാറാക്കുമ്പോൾ പീഡിയാട്രീഷ്യനാണ് തീരുമാനിക്കുന്നത് ഈ കുട്ടി നോർമൽ ആണോ സ്പെഷ്യൽ നീഡ് ആണോ എന്ന്. നോർമലായിട്ടുള്ള കുട്ടികളെ ആണെങ്കിൽ ഒരു കുട്ടിയുള്ളവർക്ക് ദത്തെടുക്കാം. 2 കുട്ടികളുള്ളവർക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ മാത്രമേ ദത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ നിയമം. അതെ, അതാണ്. നമ്മുടെ ഈ കുട്ടികളോട് ആൾക്കാരിങ്ങനെ ക്രൂരമായി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അവരെ ഇവിടേക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം, ഞങ്ങൾ എത്രയോ കുട്ടികളെ ഇങ്ങനെ സ്വന്തമായിട്ട് വളർത്തി വലുതാക്കി? പലപ്പോഴും നിങ്ങൾ ഈ കുട്ടികളെ ദത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടെ കുട്ടികളെ സന്ദർശിക്കാറുണ്ടോ? അതൊരു ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുകയും ജനലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെറിയുന്നു. ഇപ്പം തിരുവനന്തപുരത്തെ കുട്ടിയുടെ കാര്യം ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളോർക്കും മരണത്തോട് മല്ലടിച്ച് ഇന്ന് ജീവിക്കും നാളെ ജീവിക്കും എന്നോ ചിന്തിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വരെ നമ്മൾ അവരെ രക്ഷിച്ച് ഇന്ന് ഇറ്റലിയിലും മാൾട്ടയിലും ഒക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. അവരൊരു ഡെയിലി ബേസിൽ അവരുടെ ഫോട്ടോസ് അയച്ചു തരുന്നു, അവരുടെ അപ്ഡേഷൻ തരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കുട്ടികൾ വിട്ടുപോയല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം നമുക്കുണ്ടാകും. ഈ ദത്തെടുത്ത കുഞ്ഞുങ്ങളെ പിന്നെ ഒരിക്കലും ദത്ത് കൊടുത്തു, അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അവരുടെ വീട് സന്ദർശിക്കാനോ ആ കുഞ്ഞുങ്ങളെ സന്ദർശിക്കാനോ ഒക്കെ നിങ്ങൾ പോകാറുണ്ടോ? എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് എനിക്ക് ഈ കുട്ടികളോടെല്ലാം ഒരു നല്ല ഇൻറ്റിമസി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കുട്ടികളെല്ലാം അവരുടെ എല്ലാവരുടെയും ജന്മദിനം ഓർത്ത് വെച്ച് അവരെ വിളിക്കുക, അവർക്ക് ആശംസകൾ അറിയിക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാമായിട്ട് തന്നെ എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഇന്ത്യയിലുള്ളവരുമല്ല, ഔട്ട് സൈഡ് ഉള്ള കുട്ടികളായിട്ട് ഇറ്റലി, മാൾട്ട, അമേരിക്ക ഇവിടെയൊക്കെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് എനിക്ക് കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഡെവലപ്മെൻറ്റും ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ത്രൂ ഫോട്ടോസ് അത് എൻഷുർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീട്ടിലോ ഉള്ള കുട്ടികളെക്കാളും ഉപരി ഈ കുട്ടികളാണ് എൻ്റെ സ്വന്തം കുട്ടികളായിട്ട് ഞാൻ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഞാൻ അവരെ ഒരിക്കലും ഒരു വേറൊരാളുടെ കുട്ടിയായിട്ട് ഇന്ന് വരെ കാണുമോ അങ്ങനെ ഒരു ചിന്തിക്ക പോലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഞാൻ മോനെ എന്നല്ലാതെ ആ കുട്ടികളെ വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും ഒരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികളെ അങ്ങ് ഉപേക്ഷിച്ച് വിട്ടിട്ടില്ല. അവരെപ്പോഴും ഒരു ഫോളോ അപ്പ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ. ഈ ദത്തെടുക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ എല്ലാവിധ അന്വേഷണങ്ങളും പൂർത്തിയാക്കി നമ്മൾ ദത്ത് കൊടുത്തു.
പിന്നെ അതിനെക്കുറിച്ച് അതോറിറ്റി എന്തൊക്കെ അന്വേഷണങ്ങൾ പിന്നെ നടത്തുമോ? ഇവരെ കൊച്ചിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ കൊച്ചിനെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു പോസ്റ്റ് അഡോപ്ഷൻ 2 years പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ശിശുഭവനിലുള്ളൊരു കുട്ടി എറണാകുളം ജില്ലയിലുള്ളൊരു കുടുംബത്തിലേക്കാണ് പോയത് എങ്കിൽ എറണാകുളം ജില്ലയുടെ ഉത്തരവാദിത്തമായിരിക്കും ആ കുട്ടിയുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഏജൻസി ഈ കുട്ടിയുടെ ഫോളോ അപ്പ് നടത്തുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക സെൻട്രൽ ഏജൻസിക്ക്, അങ്ങനെ അവർ ഫോളോ അപ്പ് ചെയ്യും. അതൊരു 2 വർഷത്തേനാണ് ആ ഫോളോ അപ്പ് ഉള്ളത്. ആദ്യത്തെ 3 months, പിന്നെ 6 months വെച്ചിട്ട് 3 times, അങ്ങനെ ഒരു 4 ഫോളോ അപ്പ് ചെയ്യുന്നു. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം. അതർവൈസ് ഗവൺമെൻറ്റിന് ഒരു ആനുവൽ ഗ്യാതറിങ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ അഡോപ്റ്റഡ് കുട്ടികളും അവരുടെ പേരൻസും കൂടി ഈ ഒരു മീറ്റിങ്ങിന് വരുന്നു. അതിൽ നമ്മൾ ക്ലാസ്സുകൾ, എന്തെങ്കിലും കൗൺസിലിംഗ് വേണമെങ്കിൽ ആ സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് കൂടാതെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, CWC ഉണ്ട് ഓരോ ജില്ലയ്ക്കും. അവിടെ എല്ലാം ഈ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ചെല്ലുകയും അവിടുത്തെ സഹായം ഇവർക്ക് ലഭ്യമാക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം ഒരു അഡോപ്റ്റഡ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് എല്ലാ റൈറ്റ്സും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ളൊരു ചെറിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ദത്ത് പോകുന്നത് നോർമലി ഒരു 3 months ആകുമ്പോൾ ദത്ത് പോകുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഈ ഒരു റൈറ്റ്സിനെ പറ്റിയിട്ട് എത്രമാത്രം ഈ കുട്ടിക്ക് നോളേജ് ഉണ്ടെന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ടുള്ളൊരു കാര്യം. ഓക്കെ. അപ്പോൾ അത് പേരൻസ് പറഞ്ഞു കൊടുക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ ഇവർ ഈ ഫോളോ അപ്പിൽ ഇരിക്കാത്തടത്തോളം കാലം കുട്ടിക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഇതിൻ്റെ അകത്തുണ്ട്. അതർവൈസ് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു അഡോപ്റ്റഡ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏജൻസി അവരുടെ കുട്ടീനെ ഇൻഫോർമലായിട്ട് അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ. ഇപ്പോൾ പലപ്പോഴും ഈ ശിശുഭവനുകൾ ഇതൊക്കെ നടത്തുന്നതിന് ഭയങ്കരമായ ദുഷ്കരമായൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മോശമായ സാഹചര്യമല്ലേ, പുതിയ പുതിയ നിയമങ്ങൾ വരുംതോറും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പലരും ഇത്തരം ചാരിറ്റി ഇതുപോലുള്ള അഗതി മന്ദിരങ്ങളും ഒക്കെ നിർത്തേണ്ട അവസ്ഥ പല സ്ഥാപനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ സൗകര്യങ്ങൾ വേണം, ആ സൗകര്യങ്ങൾ ഇത് വേണം. അപ്പോൾ അതിനൊക്കെ വലിയ സാമ്പത്തിക ചെലവും വലിയ സംവിധാനങ്ങളും ഒക്കെ വേണ്ടി വരും. പലപ്പോഴും ചിലപ്പോൾ ഇതുപോലെ നടത്തുന്ന ഏജൻസികളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺഗ്രിഗേഷൻ സന്യാസ സഭകളെ കൊണ്ട് ചില സമയത്ത് അതൊക്കെ ഒരുക്കാനുള്ളത്, എല്ലാ സന്നദ്ധ സംഘടനകളെ കൊണ്ട് അതൊക്കെ ഒരുക്കാൻ ദുഷ്കരമാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ നിലച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ അർഷിദിൻ്റെ പോലെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ എങ്ങനെയാണ് ഇൻഫൻറ്റ് ശിശുഭവൻ പിടിച്ചു നിൽക്കുന്നത്? ഞാൻ ഒരു 10 വർഷം ശിശുഭവനിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രിക്ട്നെസ് അല്ല, എന്തൊക്കെയോ ഒരു സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് നമുക്കൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ അത് നേരിട്ട് ഗവൺമെൻറ്റിനോട് സംസാരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, ഇന്ന കാര്യങ്ങൾ ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. അത് ഒരു പരിധി വരെ ഗവൺമെൻറ് അതോറിറ്റീസ് നമ്മളെ അംഗീകരിക്കുകയും ശ്രവിക്കുകയും ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാം നമ്മൾ കുട്ടികളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ഗവൺമെൻറ് സംവിധാനം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ ഭാഗം കുറച്ചും കൂടെ സെക്യൂറാണ്. കാരണം പലരും കൂടിയിട്ട് ഒരു കുട്ടിയുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ കുട്ടിയുടെ മേലൊരു കണ്ണുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരു രീതിയിലും അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക. കാരണം ഇപ്പോൾ ഒരു ശിശുഭവൻ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ നല്ല രീതിയിലുള്ളൊരു കോഡിയൽ റിലേഷൻ ഗവൺമെൻറ് അതോറിറ്റീസും ഈ സിസ്റ്റമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ബേർഡനായിട്ട് എനിക്കതൊരിക്കലും വന്നിട്ടില്ല. അതെപ്പോഴും എനിക്കൊരു സഹായമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബേർഡൻ ആവുന്ന, അല്ലെങ്കിൽ ഇത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് നന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ളൊരു വേദികളുണ്ട്. ആ വേദികളിൽ നമ്മളത് പറയുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊരു ചലഞ്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള, അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പലപ്പോഴും രാത്രിയിൽ ഇവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ ചിലപ്പം രാത്രിയിലായിരിക്കും ഉണർന്ന് കൂടുതൽ സമയം ഇരിക്കുക. കുഞ്ഞു പ്രായത്തിൽ ഇപ്പം 1 വയസ്സ് 2 വയസ്സ് 6 മാസം തൊട്ടുള്ള ആ പ്രായത്തിലൊക്കെ പലപ്പോഴും കുഞ്ഞുങ്ങൾ രാത്രി കരയുകയും
രാത്രി അമ്മമാർ മൊത്തം ഉറക്കളച്ചിരിക്കുകയും ചെറിയ പനിയൊക്കെ വന്നാൽ ചിലപ്പോൾ അമ്മമാർക്ക് ഉറങ്ങാൻ കഴിയില്ല, അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 4-5 വയസ്സൊക്കെ ആകുന്നതോടെ അമ്മമാർ കുറേയൊക്കെ അതിൽ നിന്നങ്ങ് ഫ്രീ ആകും. പക്ഷേ നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 365 ദിവസവും ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ അവിടെ എത്തുകയും അവരെ വളർത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഒരുപക്ഷെ ഈ അമ്മമാർ 4 വയസ്സോ 3 വയസ്സോ വരെ അനുഭവിച്ച ആ ഒരു ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ നിങ്ങൾ ജീവിതത്തിലെ മുഴുവൻ സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ശിശുഭവനിൽ പ്രവർത്തിക്കുന്നവർക്ക് 365 ദിവസവും ഏതു വർഷവും ഇത് തന്നെയാണ് അനുഭവം. അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു പരിപാലനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ശിശുഭവനിൽ വർക്ക് ചെയ്യുമ്പോൾ രാത്രിയും പകലും ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത ഒരാളാണ്. 7 വർഷത്തോളം എൻ്റെ കൂടെ എന്നും കുട്ടികളുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പെഷ്യൽ കുട്ടികൾ, ഇപ്പം 600 ഗ്രാമിലുണ്ടാകുന്ന കുട്ടി, അല്ലെങ്കിൽ അബോർഷൻ ചെയ്ത് കളഞ്ഞ കുട്ടികൾ, ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ വരും. അപ്പോൾ അവർ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ആ കുട്ടികളെ നമുക്ക് ഒരിക്കലും മറ്റു കുട്ടികളുടെ കൂടെ കിടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മിക്കവാറും നമ്മുടെ കൂടെ തന്നെയാണ് മുഴുവൻ സമയവും. അപ്പോൾ അങ്ങനെ ഒരു 7 വർഷത്തോളം രാത്രിയും പകലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്താൽ. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു മടുപ്പ് തോന്നൂല. അപ്പം നമ്മൾ രാത്രി മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി ഉറക്കമൊളിച്ച് അവർക്ക് 2 മണിക്കൂർ നമ്മൾ പാല് കൊടുക്കണം, അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ രാത്രികളിൽ ഉറങ്ങുന്നേ ഇല്ലായിരിക്കും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ആ കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരിക്കും. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും. അല്ല, രാവിലെ നമ്മൾ കിടന്ന് ഉറങ്ങുന്നില്ല. അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഓർക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കരുണ, ഒരു പരിപാലന. പിന്നെ ഞാൻ എപ്പോഴും ഓർക്കും ഈ കുട്ടികൾ ഭയങ്കര ഇന്നസെൻ്റാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഇന്നസെൻസ് ഒരു പക്ഷേ നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ശക്തി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കണേ. പ്രചോദനമാണ് എപ്പോഴും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഞാനിപ്പം അതിനുശേഷം നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തു മടുത്തു, എന്നാൽ എനിക്ക് ഇവിടുന്ന് മാറണം, അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ്. അപ്പം ആ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ നമ്മളൊരിക്കലും നമ്മുടെ കുഞ്ഞല്ല ഇത് എന്ന് പോലും ചിന്തിക്കാതെയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സന്യാസ സമൂഹം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? DSJ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ശരിക്കും ഞങ്ങളുടെ ഒരു കാര്യസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ബേസ്ഡ് അപ്രോച്ചാണ്. എന്താണ് സൊസൈറ്റിയുടെ നീഡ്, അതിനെ അഡ്രസ്സ് ചെയ്യാമെന്നാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നവജീവൻ ട്രസ്റ്റിൽ അവിടുത്തെ പേഷ്യൻസിനെ നോക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫുഡ് കൊടുക്കുക, പി യു തോമസിൻ്റെ അപ്പോൾ അവർക്ക് വേണ്ട ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ പല കുട്ടികൾ, ഈ പേരൻസ് മിക്കവാറും മെൻ്റൽ ഇൽനെസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ കുട്ടികൾ അതിലേക്ക് നടക്കുന്നു, അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനായിട്ട് ഉള്ള സാഹചര്യം കുറവ്, കാരണം പേരൻസും ഉണ്ട് കുട്ടികളും ഉണ്ട്. അപ്പം അങ്ങനെ ഒരുമിച്ചാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഇൻഫൻറ്റ് ജീസസ് ശിശുഭവൻ എന്നുള്ള സ്ഥാപനം തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമേ ഈ നവജീവനിൽ അമ്മമാർക്ക് നോക്കാൻ പറ്റാതെ അവിടെയുള്ള കുട്ടികളെല്ലാം കൂടെ കൊണ്ടുവന്ന്, നമുക്കത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നമ്മുടെ മഠത്തിൽ തന്നെ ഒരു ചെറിയ സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ ഈ കുട്ടികളെ വളർത്തി, ആ കുട്ടികളാണ് നമ്മുടെ ശിശുഭവൻ തുടങ്ങാനായിട്ട് ഇടയാക്കിയത്. ഇന്ന് ആ കുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കുട്ടികളായി നന്നായി ജീവിക്കുന്നു. നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം, നമ്മുടെ ഇപ്പോൾ തോട്ടക്കാട് രാജമറ്റത്ത് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം. അപ്പം സമൂഹത്തിൽ നിന്നും അതിനോടുള്ള ഒരു സമീപനം, പ്രതികരണം, അവിടെ ഇവരെ സഹായിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് സഹായം കൊടുക്കാനോ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായ സ്ഥാപനത്തിൽ നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആൾക്കാർ അവിടേക്ക് എത്താറുണ്ട്, കുഞ്ഞുങ്ങളെ കാണാനും ഇതൊക്കെ ആയിട്ട്? നമ്മൾക്ക് നാട്ടുകാരുടെ നല്ലൊരു സഹായം ശിശുഭവന് നമുക്കുണ്ട്. അവർ കുഞ്ഞുങ്ങളെ നോക്കാൻ പോലും വോളണ്ടറി ആയിട്ട് വരാൻ പോലും ആളുകൾ വില്ലിങ് ആണ്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ചെറിയ കുട്ടികൾ, ഞാൻ സൂചിപ്പിച്ചല്ലോ, പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മളത് സമ്മതിക്കാത്തതാണ്. അതർവൈസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ് ഭാഗത്തുനിന്നും നമ്മുടെ ആളുകളുടെ ഭാഗത്തുനിന്നും ഒരു നല്ല പോസിറ്റീവ്, ഒരു 100% ഒരു ആത്മാർത്ഥത നമ്മുടെ സ്ഥാപനത്തോടുള്ളതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടും, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ സഹായിക്കാനായിട്ടും എല്ലാം നാട്ടുകാരും എല്ലാം നമുക്കെപ്പോഴും സന്നദ്ധരായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, പ്രത്യേകം മറ്റൊരു കാറ്റഗറിയാണ് ഈ അബോർഷൻ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കുഞ്ഞ് മരിച്ചില്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള നിരവധി കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്കും
കയ്യിലെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അനുഭവം പറയാമോ? ഈ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് കുട്ടികളെ അമ്മമാർ വേണ്ട എന്ന് പേരൻസ് വേണ്ട എന്ന് വിചാരിച്ച് അബോർഷൻ ചെയ്തു. ഇൻഡ്യൂസ്ഡ് ഡെലിവറി ആയിരിക്കും അവർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾ മരണപ്പെടുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ ശിശുഭവനിൽ കൊണ്ടുവന്നു പരിരക്ഷിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഒരു പേരൻറ്റ് അവർക്ക് സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് ബ്രെയിനിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ജനിച്ചാലും ഒരു പക്ഷേ മെൻ്റലി റിട്ടാർഡഡ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൽനെസ് ഉണ്ടാകാം എന്നതിൻ്റെ പേരിൽ ഈ കുട്ടീനെ ഇവർ വേണ്ടെന്ന് വെക്കുവാണ്. അങ്ങനെ ഒരു 7.5 മന്ത്സ് 8 മന്ത്സിന് മുന്നേ ഈ കുട്ടീനെ ഇവർ അബോർഷൻ ചെയ്യുവാണ്. അങ്ങനെ ഈ കുട്ടി വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഈ കുട്ടി ലൈവായിരുന്നു, അവൾ മരിച്ചില്ല. ആ സാഹചര്യത്തിൽ കുറച്ച് നാൾ ആശുപത്രിയിൽ തന്നെ ഈ കുട്ടീനെ കെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ കുട്ടീൻ്റെ പേരൻസ് നോർമലി സറണ്ടർ ചെയ്ത് പോയി. അവർക്ക് വേണ്ടാത്തതുകൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുത്തോ എന്ന് പറഞ്ഞ് അവർ സറണ്ടർ ചെയ്ത് പോകുമായിരുന്നു. ആ കുട്ടീനെ നമ്മൾ പിന്നെ CWC ത്രൂ നമ്മൾ ശിശുഭവനിൽ കൊണ്ടുവന്നു. അങ്ങനെ ഈ കുട്ടീനെ നമ്മൾ പരിപാലിച്ച് ഈ ഒരു 2.5 മാസമൊക്കെ ആയപ്പോൾ നമുക്കും തോന്നി ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇവൾ പ്രോപ്പറായിട്ട് ചിരിക്കാനൊന്നും സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ട് അസസ് ചെയ്തപ്പോഴും ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇവളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങ് നടക്കാനുള്ള സാധ്യതയേ ഉള്ളൂ, ഇത് നമുക്കൊരു 6 ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സ്ഥാപനത്തിലോട്ട് മാറ്റാം, എന്തെങ്കിലും സ്പെഷ്യൽ കുട്ടികളെ നോക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്കും അങ്ങനെ തന്നെയായിരുന്നു, ഡോക്ടേഴ്സിനും അങ്ങനെയായിരുന്നു, എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, നമുക്കൊരു 6 മന്ത്സ് വരെ ഇവളെ നോക്കാം, ഒരു പക്ഷേ ഇവളെ ചിരിക്കുവാണെങ്കിൽ നമുക്ക് ഇവളെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അഡോപ്ഷൻ സെൻട്രൽ ഏജൻസീനെ അറിയിച്ച് അഡോപ്ഷൻ കുറച്ച് ഡിലേ ആക്കിച്ചു. അങ്ങനെ നമ്മൾ ഈ കുട്ടീനെ മെഡിക്കൽ റിപ്പോർട്ട് നോർമലി ഒരു കുട്ടിയുടെ 2.5 മാസം ആകുമ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് കാരയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് നിയമം. അപ്പോൾ നമ്മളിതിങ്ങനെ ഡിലേ ചെയ്യിച്ചു. ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് ആകാനായിട്ടുള്ളൊരു താമസം കൊണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ് ഡിലേ ആക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം അങ്ങനെ നമ്മൾ ഒരു 6 മന്ത്സ് ഒക്കെ ആകുമ്പോൾ ഈ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവൾ ചിരിക്കുന്നു, ഇവൾ അത്യാവശ്യം ഇവളുടെ ആക്ടിവിറ്റീസൊക്കെ ഡെവലപ്പായി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇടുവാണ്. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ സെൻട്രൽ ഏജൻസിയിൽ ഇടുന്നു. അങ്ങനെ ആ കുട്ടി ഒരു 1 ഇയർ 1.5 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇവളുടെ അഡോപ്ഷൻ നടക്കുകയാണ്. അങ്ങനെ ഇന്ന് ആ കുട്ടി നമ്മുടെ നാട്ടിലല്ല, ഇൻ്റർനാഷണൽ അഡോപ്ഷൻ ആയിരുന്നു. ആ കുട്ടി പുറത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ വളരെ മിടുക്കിയായിട്ട് ഇന്നലെയും കൂടെ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയതാണ്. അവളിപ്പോൾ ഡേ കെയറിൽ പോകുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രശ്നങ്ങളോ ഒന്നും, ഒരു മെൻ്റൽ റിട്ടാർഡേഷനോ ഒന്നും അവൾക്കില്ല. വളരെ മിടുക്കിയായിട്ട് അവളുടെ പേരൻസിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കുട്ടികളെക്കായും ഒരു പടി മുന്നോട്ടാണ് അവളുടെ ഒരു ഡെവലപ്മെൻ്റ് എന്നാണ്. അങ്ങനെ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതൊക്കെ ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. എല്ലായിടത്തും ഉപേക്ഷിച്ചു, പക്ഷേ എന്തോ ഒരു ദൈവപരിപാലനം, ആ കുട്ടി ഇന്ന് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഇന്നൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായതും ഇങ്ങനെ നമുക്ക് അഡോപ്ഷൻ ഡിലേ ആക്കാൻ തോന്നിയതും എല്ലാം ഒരു ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ കൊല്ലുന്നവരും അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് കൊല്ലുന്ന നിഷ്കളങ്കമായ ബാല്യങ്ങളെ കുരുതി കൊടുക്കുന്നവരുമൊക്കെ ഇങ്ങനെ രാവും പകലുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സിസ്റ്ററിനെ പോലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊന്നു കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഗവൺമെൻറ്റിന് നല്ല സംവിധാനങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ. അതിപ്പം വേണ്ടെങ്കിൽ കൊടുക്കാൻ സ്ഥലമുണ്ട്, ഏത് രീതിയിലും സംവിധാനങ്ങളുണ്ട്. അവർക്ക് വേണ്ട എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ ചെവി അറിയാതെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനം എല്ലാ ജില്ലകളിലും നമുക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി ഗർഭത്തിലുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയാതെ അതിൻ്റെ ഒരു ഡെലിവറി വരെ അതിനെ വളർത്തുവാണെങ്കിൽ ആ കുട്ടീനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു അതോറിറ്റി അതിനെ ഏറ്റെടുത്തോളും. അപ്പം അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ ഈ ഗർഭത്തിൽ വെച്ച് കൊന്നു കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിനും ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ ആ കുട്ടിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ കുട്ടീനെ ഏറ്റെടുക്കാനായിട്ടും ഗവൺമെൻറ്റിന് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ സംവിധാനത്തെ അറിയിക്കുക എന്ന് മാത്രമേ ഇവർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊന്നു കളയരുത്, ദയവ് ചെയ്ത് അവരെ ജീവിക്കാൻ അനുവദിക്കണം. കാരണം അത് നിഷ്കളങ്കരാണ്, സംസാരിക്കാനോ
അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പറയാത്തൊരു സാഹചര്യത്തിൽ അവരെ നശിപ്പിക്കാനായിട്ട് ഇടവരരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വാക്കുകളിൽ നിന്ന് സമൂഹത്തോട് വലിയൊരു സന്ദേശമാണുള്ളത്. കുഞ്ഞുങ്ങളോട്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുവാൻ പാടില്ല. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നേക്കൂ, സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ഞങ്ങൾ അവരെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു സന്യാസിനിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംവിധാനങ്ങളും സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കരുത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ അവരെ ഇവർക്ക് കൈമാറും. നമസ്കാരം. നന്ദി.